കാര്യവട്ടം ക്രിക്കറ്റ് ആവേശത്തിൽ ഇന്ത്യ-ശ്രീലങ്ക മൂന്നാം വനിതാ ട്വന്റി മത്സരം ഉടൻ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ടീമുകൾ എത്തിയിട്ടുണ്ട്. അനിൽ വാസുദേവ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനിൽ, പൂർണ്ണമായി ക്രിക്കറ്റ് ആവേശത്തിലേക്ക് കാര്യവട്ടം മാറിക്കഴിഞ്ഞു. വിവരങ്ങൾ, വിശദാംശങ്ങൾ അനിൽ വാസുദേവ്. ശരിയാണ് റീജിത്ത്, ആദ്യമായി വിരുന്നെത്തുന്ന അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റ് ആവേശമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കാര്യവട്ടം തിരുവനന്തപുരം. എന്തായാലും സ്റ്റേഡിയത്തിലേക്ക് ഏതാണ്ട് ആരാധകരൊക്കെ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വനിതാ ക്രിക്കറ്റ് ആയതുകൊണ്ട് തന്നെ ആരാധകർ പുരുഷ ക്രിക്കറ്റ് പോലെ ഒരു തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയം കാണില്ലെങ്കിൽ പോലും 7000 മുതൽ 8000 പേരെ ആരാധകരെ സ്റ്റേഡിയത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ ആഘോഷം, ആവേശം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ക്രിസ്മസ്, ന്യൂ ഇയർ അവധിക്കാലമാണ്, അതുകൊണ്ട് ധാരാളം ഫാമിലീസൊക്കെ തന്നെ വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. ഇന്നൊരു വെള്ളിയാഴ്ചയൊക്കെ തന്നെയാണ്, പക്ഷേ ഞായറാഴ്ചത്തെ മത്സരത്തിനായിരിക്കും ഒരുപക്ഷെ ഇതിനപ്പുറത്തേക്ക് ആളുകൾ എത്തുക എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. ആകെ 3 മത്സരങ്ങളാണ് ഈ പരമ്പരയിൽ. 5 മത്സരങ്ങളുണ്ട്, അതിൽ 3 മത്സരങ്ങൾക്കാണ് കാര്യവട്ടം വേദിയാവുന്നത്. ഇന്നത്തെ മത്സരം, ഒപ്പം തന്നെ 28, 30 തീയതികളിലാണ് മറ്റ് മത്സരങ്ങൾ. ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. വിശാഖപട്ടണത്തിൽ നടന്ന 1-2 ട്വന്റികൾ ഇന്ത്യ ആധികാരികമായി അനായാസമായി ജയിച്ചിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ കൂടി അത്തരമൊരു ജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി മത്സരം തുടങ്ങാൻ ഏതാനും കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 7 മണിക്കാണ് മത്സരം തുടങ്ങുക, 6:30ക്കാണ് ടോസ്. ഇന്ത്യൻ 11-ൽ ആരൊക്കെ ഉണ്ടാകുമെന്നതിനാണ് ആരാധകർ ഏറ്റവും കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു നിരാശപ്പെടുത്താവുന്ന വാർത്ത വന്നേക്കാവുന്ന കാര്യം, ലോകകപ്പിലെ ഹീറോ ജമീമ റോഡ്രിഗ്സിന് ക്രിക്കറ്റ് ആവേശത്തിലാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. അനിൽ വാസുദേവ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.